വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ ആകാശിനോട് അവൾ ചോദിച്ചു, ഈ വീട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് സാർ? ഉടനെ ആകാശ് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആകാശ് ചോദിച്ചു, വാസുദേവനെവിടെ? കണ്ടില്ലല്ലോ. അവൾ പറഞ്ഞു, വാസുവേട്ടന് ഒരു മാടക്കടയുണ്ട്, അവിടെയാണ്. രാവിലെ പോകും, വൈകിട്ടേ വരികയുള്ളൂ. തൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ? കുഴപ്പമില്ലാതെ പോകുന്നു. ആകാശ് പറഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേഴ്സിൽ നിന്നൊരു കാർഡ് എടുത്ത് അവൾക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അയാൾ യാത്രയായി. അവൾ വീണ്ടും തൻ്റെ ജീവിതകാര്യങ്ങളിൽ മുഴുകി. വിസ്മയുടെ ഡിഗ്രി പഠനം അവസാന വർഷത്തേക്ക് കടന്നു. വാസുദേവൻ മാടക്കടയിൽ നിന്നും ചെറിയൊരു പലചരക്ക് കടയിലേക്കും. അവരെ നോക്കിയുള്ള നാട്ടുകാരുടെ കുറ്റം പറച്ചിലിന് ഒരു കുറവും വന്നിട്ടില്ല. ഇതൊന്നും കേട്ടില്ലെന്ന് നടിച്ചാണ് അവർ ഇരുവരും ജീവിക്കുന്നത്. എന്നും കേട്ട് അവർക്കതൊരു ശീലമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആകാശ് തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ജയശങ്കറിനെ കാണുവാനിടയായി. കോളേജിൽ വെച്ചുണ്ടായ ഒരു അടിപിടി സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അവർ ഇരുവരും കണ്ടുമുട്ടിയത്. ആദ്യം അമ്പരന്ന് പോയി. കോളേജിൽ വെച്ച് കണ്ടതിൽ പിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത്. പിന്നീട് ജയശങ്കർ വിശേഷങ്ങൾ ചോദിച്ചു. വൈകുന്നേരം വീട്ടിൽ വരണമെന്ന ഉറപ്പിൽ ആകാശ് ജയശങ്കറിനോട് യാത്ര പറഞ്ഞു. വൈകുന്നേരം ആകാശ് ജയശങ്കറിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാത്തതുകൊണ്ട് കോളേജിലേക്കാണ് ചെന്നത്. അപ്പോഴേക്കും സമയം ഏകദേശം 4 മണിയാകാറായിരുന്നു. ജയശങ്കർ കോളേജ് കവാടത്തിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ ഇരുവരും ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് ഒന്നിച്ചാണ് യാത്രയായത്. യാത്രയിടയിൽ വഴിയിൽ വെച്ച് വിസ്മയ സൈക്കിളിൽ പോകുന്നത് ആകാശ് കണ്ടു. ആകാശ് ജയശങ്കറിനോട് പറഞ്ഞു, ആ പോകുന്ന കുട്ടി നിങ്ങളുടെ കോളേജിലാണോ പഠിക്കുന്നത്? അതെ. ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ ജയശങ്കർ പറഞ്ഞു. അതെന്താ നിനക്കൊരു താല്പര്യമില്ലാത്തതുപോലെ? ആ കുട്ടിക്ക് വല്ല കുഴപ്പവും? ആകാശ് മുഴുവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ജയശങ്കർ ആകാശിനോട് പറഞ്ഞു, ഇവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മളെന്തിനാ തിരക്കുന്നത്? നമുക്ക് മറ്റെന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചുവെങ്കിലും അവർ പലതും പറയുകയും ചിരിക്കുകയും ചെയ്തുവെങ്കിലും ആകാശിന് ഇടയ്ക്കിടെ വിസ്മയെക്കുറിച്ചും ജയശങ്കർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന ചിന്ത അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ജയശങ്കറിൻ്റെ വീട്ടിലെത്തി. വളരെ വലിയ സ്വീകരണമാണ് ആകാശിന് നൽകിയത് ജയശങ്കറിൻ്റെ വീട്ടുകാർ. ജയശങ്കറിൻ്റെ സഹോദരി അണിഞ്ഞൊരുങ്ങി ആകാശിൻ്റെ അടുത്തെത്തി പരിചയപ്പെട്ടു. ആ കുട്ടിയുടെ ഇടപെടൽ ആകാശിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നീരസം കാണിച്ചില്ല. ജയശങ്കർ ആകാശിനെ നിർബന്ധിച്ചു. ഇന്നിവിടെ തങ്ങാമെന്ന് പറഞ്ഞ് ആകാശ് മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ആകാശ് ചിന്തിച്ചത് ജയശങ്കറിൻ്റെയും കുടുംബത്തെയും കുറിച്ചായിരുന്നു. ഒരുപാട് ആസ്തിയും സമ്പത്തുമൊക്കെയുണ്ട് എങ്കിലും അവരുടെ രീതികൾ ആകാശിന് യാതൊരു താല്പര്യവും തോന്നിയില്ല. ജയശങ്കറിൻ്റെ അമ്മയുടെ പൊങ്ങച്ചം പറച്ചിലും അഹങ്കാരവും ഒന്നും ഉൾക്കൊള്ളാനാവുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു പോകുമ്പോഴേ ആകാശ് ആലോചിച്ചു. എന്തുകൊണ്ടാണ് വിസ്മയെക്കുറിച്ച് ജയശങ്കർ അങ്ങനെ പറഞ്ഞത്? ആ കുട്ടിക്ക് എന്താണൊരു കുഴപ്പം? ആകാശ് റൂമിൽ ചെന്നത് ജയശങ്കറിനെ വിളിച്ചു. ആകാശ്, എന്താണ്? ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കാനാണെന്ന് ആകാശ് പറഞ്ഞു. ഉടൻ തന്നെ ജയശങ്കർ ചോദിച്ചു, ആകാശ് തനിക്ക് എങ്ങനെ അറിയാം വിസ്മയെ? ആകാശ് ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടി ഒരു ദിവസം ആ കുട്ടി ഒന്ന് തട്ടി. ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടി വൈകുന്നേരം വരെ ആശുപത്രിയിൽ കിടത്തി. ആ പരിചയമാണ് എനിക്ക് ആ കുട്ടിയോട്. ഉടനെ തന്നെ ജയശങ്കർ, നമുക്കൊന്നും ഇടപെടാൻ കൊള്ളുന്ന പാർട്ടിയല്ലത്. എനിക്ക് ഇവളെയൊക്കെ നല്ലപോലെ അറിയാം. ഞാൻ അവളുടെ ക്ലാസ് ടീച്ചറാണ്. അവളുടെ തൊഴിൽ എന്താണെന്നറിയാവോ? ചന്തയിൽ മീൻ കച്ചവടം. കൂട്ടിനാണെന്നറിയാവോ? ഒരു ഭിക്ഷക്കാരൻ. എൻ്റെ ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ആകാശ് ഒന്നും പറഞ്ഞില്ല. കാരണം എല്ലാം ആകാശിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും ജയശങ്കർ തന്നെ വിസ്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. വീണ്ടും ജയശങ്കറിൻ്റെ വിളി വന്നു. ആകാശ്, തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? തന്നെപ്പോലെ ഉള്ള ഒരു പോലീസ് ഓഫീസർക്ക് ഇടപെടാൻ കൊള്ളില്ലെന്ന് അറിയണം. അതുപോലുള്ളവർ തനിക്ക് പരിചയമുണ്ടെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഉടൻ തന്നെ ഫോൺ വെച്ചു. അപ്പോഴാണ് ആകാശ് ഒന്നുറപ്പായി. ഈ കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാനുള്ള ജയശങ്കറിൻ്റെ വ്യഗ്രത എന്താണതിന് കാരണം? അപ്പോൾ ആകാശ് ഓർത്തു, അല്ല, എനിക്കെന്തെടുപ്പമാണ് ആ കുട്ടിയോടുള്ളത്? അതോർത്തപ്പോൾ ആകാശിന് ചിരി വന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും അമ്മയുടെ വിളി. മനസ്സിന് സന്തോഷം തോന്നി. അമ്മേ, അയാൾ വിളിച്ചപ്പോൾ അപ്പുറത്തുനിന്നും അമ്മ പറഞ്ഞു, എന്താ മോനെ വിശേഷം? നീ എന്താ പകൽ ഒന്നുപോലും വിളിക്കാതിരുന്നത്? തിരക്ക് കാരണമാണോ? ഞായറാഴ്ചയായിട്ടും അമ്മ നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൻ ജയശങ്കറിൻ്റെ കാര്യങ്ങളും അവരുടെ വീട്ടിൽ പോയ കാര്യവും ഒക്കെ പറഞ്ഞു.
ആ നാട്ടിൽ വേറെ പരിചയമൊന്നും ഉണ്ടായില്ലേ? ഉടൻ തന്നെ ആകാശ് പറഞ്ഞു വിസ്മയുടെ കാര്യം. വിസ്മയെക്കുറിച്ച് കേട്ടപ്പോൾ അമ്മ ചോദിച്ചു, ആ കുട്ടിയെ കണ്ടാൽ എങ്ങനെ, നല്ലതാണോ? ഉടൻ തന്നെ ആകാശ് പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മയോട് ആദ്യമായാണ് ആകാശ് ഒരു കള്ളം പറഞ്ഞത് മുതിർന്നതിന് ശേഷം. കാരണം വിസ്മയെ ആകാശ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം വിസ്മയക്കുണ്ട്. പക്ഷേ ആ കുട്ടി അതിലൊന്നും ശ്രദ്ധിക്കാറില്ല. ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ അതിനെവിടെയാണ് സമയം? അങ്ങനെയിരിക്കെ വിസ്മയ 3-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായി.